അച്ചാർ ബോട്ടിലൊക്കെ തീർന്നു. അച്ചാർ ബോട്ടിൽ എടുക്കാൻ വേണ്ടി കൊട്ടിയത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആട്ടോയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിളും ഒരു പേരയ്ക്കയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടിയിലിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിക്കും, കടയിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഇറങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ അഥവാ ഇല്ലെങ്കിൽ പോകണ്ടല്ലോ. അപ്പോൾ ഈ ആട്ടോയെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ ഓടിക്കൊണ്ടിരുന്ന ആട്ടോയുടെ ഓണറിൻ്റെ സ്വന്തം വണ്ടിയാണ് കേട്ടോ. അയാൾക്ക് ഓടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വണ്ടിയാണിത്. എൻ്റെ ഏട്ടൻ ഓടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് ചെയ്സ് ഒടിഞ്ഞു അങ്ങനെ ഒരു പണിയുണ്ടായി കേട്ടോ. അപ്പോൾ ഈ ആട്ടയുടെ അകത്ത് കണ്ടോ, ആ ആട്ടയെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു കുഞ്ഞ് കളിപ്പാട്ടം കണക്കത്തെ ഒരു ആട്ടയുണ്ട്. വലിയ ഒറിജിനലായിട്ട് തോന്നുന്ന ഒരു മുന്തിരിക്കൊലയുണ്ട്. അപ്പോൾ ഇത് കൊള്ളായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ്സിനകത്ത് പച്ച കളറിലെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത് പോലെ. അത് കണ്ടോ, തട്ടുമ്പോഴത്തേക്ക് അതിൽ കിടന്ന വെള്ളം തുളുമ്പുന്ന കാണാം. നമുക്ക് തോന്നും ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് വെച്ചേക്കാണെന്ന്. അപ്പോൾ അതിനകത്ത് ഞാൻ വിരലിട്ട് നോക്കിയപ്പോൾ കണ്ടോ, നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ നനവൊന്നും തട്ടത്തില്ല. അതെന്തോ അത് ഗ്ലാസിൻ്റെയും ഉള്ളിലാണ് കേട്ടോ. ആ ഗ്ലാസിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ളിലാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഒത്തിരി സെറ്റപ്പൊക്കെ ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഈ ഭാഗത്ത് എത്തിയുമ്പോഴേക്ക് വീട്ടിന് ഏകദേശം അടുത്ത് എത്താറായപ്പോഴായിരുന്നു കേട്ടോ. അത് രാത്രിയിലായിരുന്നു. വണ്ടിയുടെ ചെയ്സ് ഒടിഞ്ഞ് വണ്ടി ഒട്ടും അനങ്ങാതെയായി. അങ്ങനെ ഏട്ടാ എങ്ങനെയൊക്കെയോ അത് നീക്കി അത് ആ ഒരു സൈഡിനോട്ട് ഒതുക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഗ്യാസ് അടിക്കുന്നത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ആട്ടോ ഗ്യാസിൻ്റെ ആയതുകൊണ്ട് ഗ്യാസ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ പുറകിലിരിക്കുന്നവർ പുറത്തിറങ്ങണം, ആട്ടോയിൽ പുറത്തിറങ്ങി നിൽക്കണം, അതിനകത്ത് കയറിയിരിക്കാൻ പാടില്ല. പെട്രോൾ അടിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഗ്യാസ് അടിക്കുന്നത് ഇങ്ങനെ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് കേട്ടോ. അപ്പോൾ മോള് കാര്യമായിട്ട് ഇരുന്ന് കഴിക്കണം. ഒരു പേരയ്ക്ക താടി എന്ന് പറഞ്ഞതിന് അവൾ എന്നോട് കാണിക്കുന്ന ചില ഗോഷ്ഠികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ആട്ടോയ്ക്കത്തെന്ന് വെച്ചാൽ ഓണറിൻ്റെ സ്വന്തം വണ്ടി ആയതുകൊണ്ടാവും ഒത്തിരി സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഒരു തീരെ ഈ വണ്ടി ഏട്ടന് ഓടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിനകത്ത് CCTV ക്യാമറയുടെ ഒരു കുഞ്ഞൊരു സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറകിലത്തെ കാഴ്ചകളും കാണാം, ഫ്രണ്ടിലത്തെ കാഴ്ചകളും നമുക്ക് ആട്ടോയിലിരുന്ന് എൻ്റെ ഒരു കുഞ്ഞ് TV പോലെ കാണാമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഒത്തിരി സെറ്റപ്പ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. അതിപ്പോൾ അതിനകത്തൊരു TV ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊട്ടിയത്തെത്തി. ഏട്ടൻ ബോട്ടിൽ മേടിച്ചുകൊണ്ട് വന്നു. മോൾ എൻ്റെ മടി കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ്, ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി നേരത്തെ കളിയും ചിരിയുള്ളൂ. പിന്നെ അവൾ ഉറക്കം തന്നെ, കുംഭകർണനെ പോലെ അവൾ ഉറക്കം തന്നെ. അങ്ങനെ 5 രൂപ പാക്കറ്റിൻ്റെ കവറും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കവറും കൂടെ മേടിച്ചു. 100 കുപ്പിയാണ് ഉള്ളത്. 98 കുപ്പിയാണ് കിട്ടുന്നത് കേട്ടോ ഈ ഒരു പാക്കറ്റിനകത്ത്. അപ്പോൾ അതിൻ്റെ അടപ്പ് ഞങ്ങൾ തന്നെ ഏട്ടൻ തന്നെ എണ്ണിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മോളെ ഉണർത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് അവൾ ഉണർന്നൊന്നുമില്ല. അവൾ നല്ല കടുത്തുറക്കും. അപ്പോൾ ഞാൻ വിളിച്ച് ഉറങ്ങട്ടെ. അപ്പോൾ അവൾക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഡ്രസ്സില്ലായിരുന്നു, നല്ല പഴഞ്ചലായിരുന്നു. അങ്ങനെ പുതിയ കുറച്ച് ഡ്രസ്സ് മേടിച്ച് റോഡ് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വിൽക്കത്തില്ലേ, അങ്ങനെ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. മിക്ക ദിവസവും കൊട്ടിയത്ത് വരുമ്പോൾ ഞങ്ങളങ്ങനെ മേടിക്കും. സ്ഥിരം വാങ്ങുന്ന ഒരു മാമൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.